ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കവുമായി സന്ദീപ് വാര്യർ. 9 നഗരസഭാ കൌൺസിലർമാരെ സന്ദീപ് ബന്ധപ്പെട്ടതായി കേന്ദ്ര നേതൃത്വത്തിന് വിവരം ലഭിച്ചു. സന്ദീപ് വാര്യരുടെ നീക്കങ്ങളെ ബിജെപി നേതൃത്വം കരുതലോടെ സമീപിക്കും. പാലക്കാട് നഗരസഭാ കൌൺസിലർമാരുടെ പരസ്യ പ്രതികരണത്തിൽ തിടുക്കത്തിൽ നടപടിയുണ്ടാകില്ല. ആഭ്യന്തര കലഹത്തിൽ സംസ്ഥാന നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സന്ദീപ് വാര്യരുടെ നീക്കം, മറ്റൊന്ന് നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിനുള്ള കേന്ദ്ര വിലക്ക്. ആദ്യം സന്ദീപ് വാര്യരുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള സന്ദീപ് വാര്യരുടെ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം. ഈ വയനാട്ടിൽ നിന്ന് മുൻ ജില്ലാ പ്രസിഡന്റിനെ അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾക്ക് പോലും ചരട് വലിക്കുന്നത് സന്ദീപ് വാര്യരാണ് എന്നുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായി തന്നെ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നു, ബിജെപിയിലെ അസംതൃപ്തരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നത്. വിവരങ്ങൾ സേതു, അങ്ങനെ തന്നെയാണ്. അതായത് സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നും പാലക്കാട് നിന്ന് പോയിരിക്കുന്നത് വലിയ തലവേദനയായി ബിജെപിക്ക് മാറുന്നു എന്നുള്ളതാണ്. ബിജെപിയിൽ വലിയ ആഭ്യന്തര കലഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. ഈ സാഹചര്യം സന്ദീപ് വാര്യർ വലിയ രീതിയിൽ തന്നെ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട് ഇപ്പോൾ പ്രത്യക്ഷമായ ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നതും. അതായത് പരസ്യ പ്രതികരണം നടത്തിയ ആളുകൾക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നില്ല. പകരം അതിലൊരു സംയമനം പാലിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നതും. സന്ദീപ് വാര്യർ അവിടെ നിന്നും 9 കൗൺസിലർമാരെ പാർട്ടിയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 9 പേർ സന്ദീപ് വാര്യരോട് ഏറെക്കുറെ സമ്മതം മൂളിയിരിക്കുന്നതായാണ് കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൽക്കാലികമായി പാലക്കാടത്തെ കൗൺസിലർമാരോട് നടപടികളൊന്നും തന്നെ വേണ്ട, പരസ്യ പ്രതികരണം നടത്തിയ ആളുകൾക്കെതിരെ നടപടികൾ വേണ്ട, പകരം ഈ ജില്ലാ കമ്മിറ്റികളോട്, അതായത് പാലക്കാട്, വയനാട് അടക്കമുള്ള, തൃശ്ശൂർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിക്ക്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി, അത് പതിയെ അല്ലെങ്കിൽ സാവകാശം മതി ആ നടപടികളെല്ലാം എന്ന് തന്നെയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 7, 8 തീയതികളിൽ കൊച്ചിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നേതൃയോഗത്തിലും നടപടികളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് തന്നെയാണ്. പകരം സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നീക്കത്തെ താൽക്കാലികമായി തടയുക, പിന്നീട് പാർട്ടി കൂടുതൽ ശക്തമാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ആഭ്യന്തര കലഹം ഏറെക്കുറെ പരിഹരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ബിജെപിയിൽ വലിയ പിളർപ്പ് പല ഭാഗങ്ങളിലും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.